ചായ തിളയ്ക്കുമ്പോഴേക്കും ഒരു കടി ഉണ്ടാക്കിയാലോ. കറുമുറുന്ന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വെജിറ്റബിൾ ഫ്രിറ്റേഴ്സ്. നല്ല ടേസ്റ്റിയാണ്. എന്നാൽ 10 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. ഗസ്റ്റൊക്കെ വന്നാലും വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ വെജിറ്റബിൾ ഫ്രിറ്റേഴ്സ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. നമുക്കതിനായിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു 2 കപ്പ് ക്യാബേജ് ചെറുതായി അരിഞ്ഞത്, ഗ്രേറ്ററിലിട്ടല്ല ചെറുതായി അരിഞ്ഞതാണ് ഇത്. ഇനി ഇതിലേക്ക് ഒരു വലിയ ഒനിയൻ, 1 കപ്പ് ഒനിയനോളം ഉണ്ട്. ഒനിയനൊക്കെ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലോണം 1/2 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കം, 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായി പൊടിയായി അരിഞ്ഞതാണ് കേട്ടോ, നന്നായി പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് സ്പ്രിംഗ് ഒനിയനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സ്പ്രിംഗ് ഒനിയനൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടുണ്ട്. ഉപ്പ് ഇടയ്ക്ക് വേണമെങ്കിലും ചേർക്കാമല്ലോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റാണ്. ചില്ലി പേസ്റ്റ് ഇല്ലാത്തവർക്ക് ചില്ലി പൗഡർ ഇടാം. 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ നമുക്ക് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കാം. ഇത് മതിയാവില്ല കേട്ടോ. ഇത് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ മിക്കവാറും മതിയാവില്ല. മിക്സ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്കിതിൽ കോൺഫ്ലോറോ മൈദയോ മിക്സ് ചെയ്യേണ്ടത്. ഇനി ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചില്ലി പേസ്റ്റ് ഇല്ലാത്തവർക്ക് ചില്ലിയുടെ പൗഡർ ഇട്ടാൽ മതി. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലോണം ഇടും. നമ്മൾ പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സ് ആയില്ല. അപ്പം ഞാനൊരു 2 ടീസ്പൂണോളം മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം തളിച്ചിട്ട് നമുക്കിതിനെ ഉരുട്ടി ജസ്റ്റ് ചെറിയ ചെറിയ ബോൾസോ അല്ലെങ്കിൽ നമുക്ക് ഇടാനുള്ള പരുവത്തിൽ വേണം. അപ്പോൾ അതിനായിട്ട് കുറച്ചും കൂടി ഒരു 2 ടേബിൾ സ്പൂണും കൂടി മൈദയും 1 ടേബിൾ സ്പൂണോളം നമുക്ക് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇടാനുള്ള പാകത്തിൽ വേണം. ഒരുപാട് മൈദ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളു വേവില്ല, അതുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സായി നമുക്ക് യോജിക്കാനുള്ളത്ര മൈദയും കോൺഫ്ലോറും മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഓവർ കോൺഫ്ലോറായ ഉള്ളു നമുക്ക് കഴിക്കുമ്പോൾ നന്നാവില്ല. ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ നല്ല എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ എന്നിട്ട് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ഉള്ളു വേവാതെ കരിഞ്ഞിട്ട് പോവും. ഉള്ളു വേവുകയുമില്ല, പുറം നന്നായിട്ട് കളർ വരികയും ചെയ്യും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ കുക്കാവുന്നുണ്ട്. ഇത് നന്നായി ഫ്രൈ ആവട്ടെ. അപ്പം നമുക്ക് മറിച്ചിടാം. ഒരു സാധനവും നമ്മൾ ഇട്ട ഉടനെ മറിച്ചിടാൻ നോക്കരുത് കേട്ടോ. അത് നന്നാവില്ല. അങ്ങനെ ആകുമ്പോൾ ഒരു 2-3 മിനിറ്റ് നമ്മൾ ടൈം കൊടുത്തിട്ട് മറിച്ചിടുക. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാം. നമ്മുടെ ഈ ഫ്രിറ്റേഴ്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ല കോൺഫ്ലോറും മൈദയൊക്കെ മിക്സ് ചെയ്ത് നല്ല കറുമുറാന്നാണ്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ തുറന്നു നോക്കണ്ട, കണ്ടോ, ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. നിങ്ങൾക്കിതിൽ വേറെ വെജിറ്റബിൾ വേണമെങ്കിലും ഇടാം. ഞാനിതിൽ 2-3 വെജിറ്റബിൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നല്ല ക്രിസ്പിയുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വെജിറ്റബിൾ ഫ്രിറ്റേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.